നമസ്തേ. ഇന്ന് നമ്മൾ എക്സർസൈസ് 1.3 കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ഒക്കെ ഒന്ന് എടുത്ത് വെച്ചോണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മേക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ബൈ ഫില്ലിംഗ് ഇൻ ദി സിംബൽസ് സബ്സെറ്റ് ഓർ നോട്ട് എ സബ്സെറ്റ് ഇൻ ദി ബ്ലാങ്ക് സ്പേസസ് എന്നാണ്. അതായത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെയാണ്. ഫില്ല് ചെയ്യേണ്ടിടത്ത് സബ്സെറ്റിന്റെ സിമ്പിൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നോട്ട് എ സബ്സെറ്റിന്റെ സിമ്പിൾ ഉപയോഗിക്കാം. സബ്സെറ്റ് ആണെങ്കിൽ ഇത് കാണിക്കണം, നോട്ട് എ സബ്സെറ്റ് എന്നാണ് ഈ സിമ്പിൾ ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ കുറെ എണ്ണം തന്നിട്ടുണ്ട്, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സെറ്റ് 2, 3, 4 ഡാഷ് ഫില്ല് ചെയ്യാനാണ്. സെറ്റ് 1, 2, 3, 4, 5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏത് സിമ്പിളാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? അപ്പൊ നോക്കിയേ, സബ്സെറ്റ് ആകണമെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്നാ, ഈ സെറ്റിലെ എല്ലാ എലമെന്റ്സും ഇപ്പറ ഉണ്ടെങ്കിൽ അത് സബ്സെറ്റ് ആവും അല്ലെ. അപ്പൊ ഇവിടെ 2, 3, 4 ആ 3 എലമെന്റ്സും ഇപ്പുറത്തെ സെറ്റിനകത്ത് വന്നിട്ടുണ്ട്. സോ യു ക്യാൻ യൂസ് ദി സിമ്പിൾ സബ്സെറ്റ് അല്ലെ. അടുത്തത് നമുക്കൊന്ന് പറഞ്ഞിരിക്കുന്നത് സെറ്റ് എ ബി സി ഡാഷ് സെറ്റ് ബി സി ഡി സബ്സെറ്റ് ആകുമെന്ന് നോക്കിയേ. ഈ 3 എലമെന്റ്സും ഇപ്പറ വന്നാലേ സബ്സെറ്റ് ആവുള്ളൂ അല്ലെ. ഇവിടെ എ നോക്കുമ്പോൾ തന്നെ അപ്പുറത്തെ സെറ്റിൽ പ്രസന്റ് അല്ല അല്ലെ. അപ്പൊ നമുക്ക് എന്നാ പറയാം, ദിസ് ഈസ് നോട്ട് എ സബ്സെറ്റ് എന്ന് പറയാം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അത് സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ സ്റ്റുഡന്റ്, ഷോർട്ട് ഫോമിലൊക്കെ എഴുതുവാണ് കേട്ടോ. എക്സ് ഈസ് എ സ്റ്റുഡന്റ് ഓഫ് ക്ലാസ് +1 ഇൻ യുവർ സ്കൂൾ. അതാണ് ആദ്യത്തെ സെറ്റ് തന്നിരിക്കുന്നത്. രണ്ടാമത്തെ സെറ്റ് പറഞ്ഞിരിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ സ്റ്റുഡന്റ് ഓഫ് യുവർ സ്കൂൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയാണെന്നാണ് ഫില്ല് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ഈ സെറ്റ് പറഞ്ഞിരിക്കുന്നത് എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റുഡന്റ് ഓഫ് +1 ഇൻ യുവർ സ്കൂൾ. അതായത് നിങ്ങളുടെ സ്കൂളിലെ +1 പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ സെറ്റാണിത്. അപ്പറേ പറഞ്ഞിരിക്കുന്നത് എന്നതാ, ആ എക്സ് ഈസ് എ സ്റ്റുഡന്റ് ഓഫ് യുവർ സ്കൂൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സ്കൂളിലുള്ള എല്ലാ കുട്ടികളും ഇതിനകത്ത് വരും അല്ലെ. സ്കൂളിലുള്ള എല്ലാ, ഏത് ക്ലാസ്സിലാണെങ്കിലും സ്കൂളിൽ എത്ര കുട്ടികളുണ്ടോ അത് മൊത്തം റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ സെറ്റ്. അപ്പൊ ഇവിടെ വരുന്നവരെല്ലാം അതിനകത്ത് പ്രസന്റ് ആണെങ്കിൽ സബ്സെറ്റ് ആവും അല്ലെ. അപ്പൊ +1 പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവര് ഫുള്ളായിട്ട് സ്കൂളിലെ മൊത്തം കുട്ടികളുടെ അകത്ത് വരുന്നവരാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് എ സബ്സെറ്റ് എന്ന് പറയാം. ഇനി ഫോർത്ത് വൺ, ഇറ്റ് ഈസ് അഗൈൻ ഇൻ സെറ്റ് ബിൽഡർ ഫോം ആണ്. ഫോർത്ത് വൺ പറഞ്ഞിരിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ സർക്കിൾ ഇൻ ദി പ്ലെയിൻ. എക്സ് ഈസ് എ സർക്കിൾ ഇൻ ദി പ്ലെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത സെറ്റ് തന്നിരിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ സർക്കിൾ ഇൻ ദി സെയിം പ്ലെയിൻ വിത്ത് റേഡിയസ് 1 യൂണിറ്റ് എന്നാണ്. എക്സ് ഈസ് എ സർക്കിൾ ഇൻ ദി സെയിം പ്ലെയിൻ വിത്ത് റേഡിയസ് 1 യൂണിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ സബ്സെറ്റ് ആവോ അല്ലയോ എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലെയിനിലെ എല്ലാ സർക്കിളും ഉണ്ട് അല്ലെ. ഇത് സെന്റർ ഏതാണെങ്കിലും കുഴപ്പമില്ല, റേഡിയസ് ഏതാണെങ്കിലും കുഴപ്പമില്ല, എല്ലാ സർക്കിളിന്റെയും കൂടെ സെറ്റാണിത്. പക്ഷെ ഇതെങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, സർക്കിൾ വിത്ത് റേഡിയസ് 1 യൂണിറ്റ് ആണ് അല്ലെ. 1 യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിൾസ് മാത്രമേ ഇവിടെയുള്ളൂ. അപ്പൊ ഈ സെറ്റ് അതിന്റെ സബ്സെറ്റ് ആകണം, ഇവര് ഫുൾ അതിനകത്ത് വരണം. അപ്പൊ ഇവിടെ ഏത് ടൈപ്പ് സർക്കിളും ഉണ്ട് ഈ സെറ്റിനകത്ത് അല്ലെ. ഏത് ടൈപ്പ്, അതായത് സർക്കിള് 1 യൂണിറ്റ് ഉള്ളതും 2 യൂണിറ്റ് ഉള്ളതും എല്ലാ ടൈപ്പും ഇതിനകത്തുണ്ട്. അവരെല്ലാം അപ്പറേ വരുവോ? ഇല്ല അല്ലെ. അവിടെ 1 യൂണിറ്റ് ഉള്ളവര് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിലെ എലമെന്റ്സ് എല്ലാം അവിടെ ഉണ്ടാവത്തില്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ സബ്സെറ്റ് എന്ന് പറയും. ഇനി ഫിഫ്ത്ത് വൺ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വീണ്ടും സെറ്റ് ബിൽഡർ ഫോമിലാണ്.
set of all x such that x is a triangle in the plane എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത സെറ്റ് തന്നിരിക്കുന്നത് set of all x such that x is a rectangle in the plane എന്നാണ് പറഞ്ഞിരിക്കുന്നത്. x is a rectangle in the plane എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതെന്താണ്? സെറ്റ് ഓഫ് ട്രയാങ്കിൾസ് ആണ്. അവിടെ വന്നപ്പോൾ അതെന്നായി? സെറ്റ് ഓഫ് റെക്റ്റാങ്കിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ട്രയാങ്കിൾസ് എല്ലാം റെക്റ്റാങ്കിൾസിനകത്ത് കാണും? ഇല്ല അല്ലെ. അപ്പൊ ഇത് എന്നാകും? ദിസ് ഈസ് നോട്ട് എ സബ്സെറ്റ് എന്നാണ്. Then sixth one പറഞ്ഞിരിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് x is an equilateral triangle in the plane ആണ്. x is an equilateral triangle എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത സെറ്റ് തന്നിരിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് x is a triangle in the same plane എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആ മൂന്ന് സൈഡ് ഒരുപോലെ ആയിട്ട് വരുന്നതാണ് അല്ലെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ട്രയാങ്കിൾസ് എല്ലാം ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ആ എല്ലാ ടൈപ്പ് ട്രയാങ്കിളും ഈ സെറ്റിനകത്തുണ്ട് അല്ലെ. അപ്പൊ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് എല്ലാം ഇതിനകത്തുണ്ടാവും, ശരിയല്ലേ? അപ്പൊ ഇവിടെ എന്നാ പറയാ? ദിസ് ഈസ് എ സബ്സെറ്റ് എന്ന് പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒരെണ്ണം കൂടെ തന്നിട്ടുണ്ട്. ആദ്യം പറഞ്ഞിരിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് x is an even natural number എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത സെറ്റ് തന്നിരിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് x is an integer. x is an integer എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ സെറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലെ. അത് ഏതൊക്കെയാ? 2, 4, 6, 8 എക്സെട്ര ആണ്. ഇവിടെ എല്ലാ ഇൻഡിജേഴ്സും ഉണ്ട് അല്ലെ. ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0, 1, 2, 3, 4 ഉണ്ട്. അതേപോലെ -1, -2, -3, 4 എല്ലാം ഉണ്ട് അല്ലെ. അപ്പൊ ഈവൻ ആയിട്ടുള്ള നാച്ചുറൽ നമ്പർ എല്ലാം ഇൻഡിജേഴ്സിനകത്തുണ്ടാവും, ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്നാ പറയാം? ദിസ് ഈസ് എ സബ്സെറ്റ് എന്ന് പറയാം. അപ്പൊ അതാണ് ആദ്യത്തെ സെക്ഷനായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അത് സിമ്പിൾ ആയിട്ട് ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അവിടെ നമുക്ക് ഇതേപോലെ കുറെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 2. Examine whether the following statements are true or false എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തെ നോക്കാം. ഫസ്റ്റ് വൺ, സെറ്റ് എ ബി not a subset of set BCA എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രൂ ആണോ ഫോൾസ് ആണോ എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പം എ ബി ഇവിടുത്തെ എലമെന്റ്സ് ആരൊക്കെയാ? എയും ബിയും ഉണ്ട് അല്ലെ. ഈ എയും ബിയും ഇത് ഇപ്പുറത്തെ സെറ്റിലും പ്രസന്റ് ആണ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സെറ്റ് ഇതിന്റെ സബ്സെറ്റ് ആണ് ശരിക്കും അല്ലെ. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താ? സബ്സെറ്റ് അല്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതെന്നായി പോയി? ഫോൾസ് ആവും അല്ലെ. സോ ദിസ് ഈസ് ഫോൾസ് ആണെന്ന് പറയാം. ആക്ച്വലി ഇത് സബ്സെറ്റ് ആണ്, പക്ഷെ ഇത് സബ്സെറ്റ് അല്ലെന്നാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് ഫോൾസ് ആയിപ്പോയി. ഇനി സെക്കൻഡ് വൺ നമുക്ക് നോക്കാം. സെറ്റ് എ ഇ സബ്സെറ്റ് set of all x such that x is a vowel in the English alphabet. അപ്പം ഇവിടുത്തെ എലമെന്റ്സ് ആരൊക്കെയാ? എയും ഇയും ആണ് അല്ലെ. എയും ഇയും ആണ്. എയും ഇയും ഇപ്പുറത്തെ സെറ്റിലുണ്ടോ? ഇവിടുത്തെ സെറ്റ് എന്താ പറഞ്ഞേക്കുന്നത്? വവൽസിന്റെ സെറ്റ് ആണ് അല്ലെ. അപ്പൊ എയും ഇയും അപ്പുറേ പ്രസന്റ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത് സബ്സെറ്റ് ആണ്. അതുകൊണ്ട് ദിസ് ഈസ് ട്രൂ എന്ന് പറയാം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് സെറ്റ് 1, 2, 3 സബ്സെറ്റ് സെറ്റ് 1, 3, 5 കറക്റ്റ് ആണോ നോക്കി. 1 അവിടെയുണ്ട്, പക്ഷെ 2 ഉണ്ടോ? പ്രസന്റ് അല്ല അല്ലെ. അപ്പൊ ഇവിടുത്തെ എല്ലാ എലമെന്റ്സും അപ്പുറേ വന്നിട്ടില്ല. അപ്പൊ ഇത് സബ്സെറ്റ് ആണെന്ന് പറഞ്ഞാൽ ശരിയാകുമോ? ഇല്ല അല്ലെ. സോ ഇറ്റ് ബിക്കംസ്
ഇവിടത്തെ എ ആണ് അല്ലെ. എ എന്ന് പറയുന്ന എലമെന്റ് അപ്പുറം ഉണ്ടോ? പ്രസന്റ് ആണ്. ഇതിനകത്ത് പ്രസന്റ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും സബ്സെറ്റ് ആണ്. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ എന്ന് പറയാം. രണ്ടെണ്ണം കൂടെ ഉണ്ട്. അടുത്ത അഞ്ചാമത്തെ പറഞ്ഞിരിക്കുന്നത് സെറ്റ് എ എലമെന്റ് സെറ്റ് എ ബി സി. ശരിയാണോ? ഇവിടെ എലമെന്റ് എന്നുള്ള സിമ്പിൾ ആണ് വന്നിരിക്കുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ ഇതിനകത്തുണ്ടാവണം. സെറ്റ് എ എന്നുള്ള ഒരാൾ ഇതിനകത്ത് ഇരിപ്പുണ്ടോ? ഇവിടെ വെറും എ ഉള്ളൂ. സെറ്റ് എ ഫുള്ളായിട്ട് ഇപ്പറേ ഉണ്ടെങ്കിലേ നമുക്ക് എലമെന്റ് ആണ് പറയാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ സെറ്റ് എ എന്ന് പറയുന്ന ഒരാൾ ഇതിനകത്ത് ഇരിപ്പില്ല. അപ്പൊ നമുക്ക് ഇത് എലമെന്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. സോ ദാറ്റ് ഈസ് ഫോൾസ് എന്ന് പറയാം. Then one more question പറഞ്ഞിട്ടുണ്ട്. Set of all x such that x is an even natural number. Short form ൽ എഴുതുവാണ് കേട്ടോ. Natural number less than 6 എന്നാണ് എണ്ണം. Subset set of all x such that x is a natural number which divides 36. Which divides 36 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈവൻ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6 എന്നാണ് അല്ലെ. ഈവൻ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6 എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആരൊക്കെ വരും? 2 വരും, 4 വരും. പിന്നെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഈവൻ ആണ്. നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6 എന്നാണ്. അപ്പൊ ഈവൻ ആയിട്ടുള്ള നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6 ആകണമെങ്കിൽ അതിനകത്ത് ആരൊക്കെ വരുള്ളൂ? 2ഉം 4ഉം വരുള്ളൂ. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് x is a natural number which divides 36. 36നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ നാച്ചുറൽ നമ്പറും അത് അവിടെയുണ്ട് അല്ലെ. എന്ന് പറഞ്ഞാൽ അതിനകത്ത് 1 ഉണ്ട്. 2 കൊണ്ട് നമുക്ക് 36നെ ഡിവൈഡ് ചെയ്യാം. 1 കൊണ്ട് 36നെ ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 കൊണ്ട് പറ്റത്തില്ല. പിന്നെ 6 കൊണ്ടുണ്ട്. 7 കൊണ്ടില്ല. 8 കൊണ്ടില്ല. 9 കൊണ്ടുണ്ട്. അങ്ങനെ പോവുകയാണ് അല്ലേ. ഇവിടെ എത്ര നമുക്ക് കുറെ പേരെ കൂടെ എഴുതാം. ഞാൻ കുറച്ച് പേരെ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. ഇനി അപ്പൊ നമുക്ക് നോക്കണ്ട ഈ രണ്ട് എലമെന്റ്സും അപ്പുറേ വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. 2 അവിടെയുണ്ട്, 4ഉം അവിടെയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും സബ്സെറ്റ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ സബ്സെറ്റ് ആണെന്ന് തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ ട്രൂ ആണ്. ക്ലിയർ ആയോ? ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അതും കൂടെ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നോക്കാം. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിക്കോണം. ക്വസ്റ്റ്യൻ നമ്പർ 3. അവിടെ ഇതുപോലെ ഒരു 10-11 പാർട്ടായിട്ട് തന്നിട്ടുണ്ട്. എന്താണെന്ന് വായിച്ചോണം. ക്വസ്റ്റ്യൻ നമ്പർ 3 എന്താ പറഞ്ഞേക്കുന്നത്? ലെറ്റ് എ ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ഒരു സെറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സെറ്റ് 1, 2, സെറ്റ് 3, 4, 5 ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് പറഞ്ഞേക്കാണ് which of the following statements are incorrect and why. ഇൻകറക്റ്റ് എന്ന് പറഞ്ഞാൽ ഫോൾസ് എന്നല്ലേ. അപ്പൊ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഫോൾസ് ഏതൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഫോൾസ് ആയത് എന്നും കൂടെ നമുക്ക് പറയാം. അപ്പൊ ഓരോന്നായിട്ട് നമുക്ക് ഇവിടെ എഴുതാം. ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് സെറ്റ് 3, 4 സബ്സെറ്റ് എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെറ്റ് 3, 4 സബ്സെറ്റ് എ. സെറ്റ് 3, 4 സബ്സെറ്റ് ഓഫ് എ ആകണമെങ്കിൽ ഈ 3 എന്ന് പറയുന്ന എലമെന്റും 4 എന്ന് പറയുന്ന എലമെന്റും എയിൽ ഉണ്ടായിരിക്കണം അല്ലെ. 3 എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടോ? ഇല്ല. ഇവിടെ ഒരു സെറ്റ് 3, 4 ആയിരിക്കുന്നത്. 3 ഒറ്റയ്ക്ക് ഇതിനകത്ത് എലമെന്റ് എന്ന് പറയുമ്പോൾ 3ഉം 4. 3 ഇതിനകത്ത് വന്നിട്ടില്ല. 4 എന്ന് പറയുന്ന ഒരു എലമെന്റും അതിനകത്ത് വന്നിട്ടില്ല. അപ്പൊ പിന്നെ ഇത് സബ്സെറ്റ് ആകുമോ? ഇല്ല അല്ലെ. അപ്പൊ ഇത് എന്താകും? ഇത് ഫോൾസ് ആണ്. നമുക്ക് റീസൺ എന്നാ പറയാം? സിൻസ് എന്നാ പറയാം? 3, 4 നോട്ട് ആൻ എലമെന്റ് ഓഫ് എ എന്ന് പറയാം. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ
കൂടെ പറയാം. ഈ സെറ്റ് 3, 4 എന്ന് പറഞ്ഞാൽ ഇതിനകത്തെ ഒരു എലമെന്റ് ആണ്, സബ്സെറ്റ് അല്ല, അല്ലെ? സെറ്റ് 3, 4 ഇത് ഫുള്ളായിട്ട് എയ്ക്കകത്ത് ഇരിപ്പുണ്ട്. അപ്പൊ അത് എയിലെ ഒരു എലമെന്റ് ആണ്, സബ്സെറ്റ് അല്ല. അപ്പൊ അങ്ങനെ വേണമെങ്കിലും പറയാം. സിൻസ് 3, 4 നോട്ട് ആൻ എലമെന്റ് എന്ന് പറയുന്ന പോലെ, ഓർ എങ്ങനെ കൂടെ പറയാൻ വേണമെങ്കിൽ സെറ്റ് 3, 4 ഈസ് ആൻ എലമെന്റ് ഓഫ് എ. സിൻസ് സെറ്റ് 3, 4 ഈസ് ആൻ എലമെന്റ് ഓഫ് എ. ഏത് രീതിയിൽ പറഞ്ഞാലും ശരിയാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സെറ്റ് 3, 4 എലമെന്റ് എ. അത് ശരിയാണ് അല്ലെ? ഇത് ഫുള്ളായിട്ട് സെറ്റ് 3, 4 ഫുള്ളായിട്ട് എ ഇരിപ്പുണ്ട്. സോ എലമെന്റ് ഓഫ് എ ആണ്, ട്രൂ ആണ്. ഇൻകറക്റ്റ് ആണെങ്കിൽ മാത്രം നമ്മളോട് വൈ എന്ന് ചോദിച്ചിട്ടുള്ളൂ, റീസൺ കാണിച്ചാൽ മതി. Then question number 3, set of set 3, 4 subset A എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് എയുടെ സബ്സെറ്റ് ആവണമെങ്കിൽ ഈ സെറ്റിനകത്തെ എലമെന്റ്, ഈ സെറ്റിനകത്തെ എലമെന്റ് എന്ന് പറഞ്ഞാൽ ഏതാ? സെറ്റ് 3, 4 ആണ് ഇതിനകത്തെ എലമെന്റ് അല്ലെ? ഈ സെറ്റ് 3, 4 എയിലുണ്ടെങ്കിൽ അത് സബ്സെറ്റ് ആകും. സെറ്റ് 3, 4 എയിൽ ഇരിപ്പുണ്ട് അല്ലെ? അപ്പൊ എന്തായി? സബ്സെറ്റ് ആയി. സോ ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. Then fourth one element A ആണോ? 1 element ആണോ എയിലെ? അതെ അല്ലെ? സോ ഇറ്റ് ഈസ് ട്രൂ. Then fifth one തന്നിരിക്കുന്നത് 1 സബ്സെറ്റ് എ എന്നാണ്. 1 സബ്സെറ്റ് ആണോ? അല്ല. 1 എന്താണ്? എലമെന്റ് ആണ് അല്ലെ വന്നിരിക്കുന്നത്, സബ്സെറ്റ് അല്ല വന്നിരിക്കുന്നത്. സബ്സെറ്റ് ആണെങ്കിൽ ഇതൊരു സെറ്റ് ആയിരുന്നിരിക്കണം അല്ലെ? സെറ്റ് ആയിട്ട് തന്നെ തരണം. അപ്പൊ 1 എന്ന് പറയുന്ന ഒരു എലമെന്റ് സബ്സെറ്റ് ആകത്തില്ല. സബ്സെറ്റ് ആണ് എപ്പോഴും അതൊരു സെറ്റ് ആയിട്ട് തന്നാലേ ശരിയാകത്തുള്ളൂ. സോ 1 സബ്സെറ്റ് ഓഫ് എ അല്ല. അപ്പൊ ഇത് ഫോൾസ് ആണ്. കാരണം എന്നാ പറയാം? സിൻസ് 1 ഈസ് ആൻ എലമെന്റ് ഓഫ് എ. 1 ഒരു എലമെന്റ് ആണ്, ദാറ്റ് ഈസ് നോട്ട് എ സബ്സെറ്റ്. സിക്സ്ത് വൺ എന്ന് പറയുന്നത് സെറ്റ് 1, 2, 5 സബ്സെറ്റ് ഇ. അപ്പൊ ഇതൊരു സെറ്റാണ്, അത് ഇതിന്റെ സബ്സെറ്റ് ആകണം. ഇതിലെ എലമെന്റ്സ് 3 പേരും എയ്ക്കകത്ത് കാണണം. 1 എയിലുണ്ടോ? ഉണ്ട്. 2 ഉണ്ടോ? ഉണ്ട്. 5 ഉണ്ടോ? ഉണ്ട്. എല്ലാ എലമെന്റ്സും എയിലുണ്ട് അല്ലെ? അപ്പൊ ഇതൊരു സബ്സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. ഇനി 7th വൺ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സെറ്റ് 1, 2, 5 എലമെന്റ് എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എലമെന്റ് എ. ഈ സെറ്റ് ഫുള്ളായിട്ട് എയ്ക്കകത്ത് വന്നാലേ അത് എലമെന്റ് ആവുള്ളൂ. ഇങ്ങനെ ഒരു സെറ്റ് എയ്ക്കകത്തുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ ഇത് എന്നാ പറയാം? ദിസ് ഈസ് ഫോൾസ് ആണ് അല്ലെ? അപ്പൊ ഇവിടെ എലമെന്റ് അല്ല ഇത്. ശരിക്കും ആക്ച്വലി ഇത് എന്നതാ? സബ്സെറ്റ് ആണ്. 1ഉം 2ഉം 5ഉം 1ഉം 2ഉം 5ഉം എയിലുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ എലമെന്റ് അല്ല വരേണ്ടത്. ഇതുപോലെ തൊട്ട് മുകളിൽ പറഞ്ഞ പോലെ അത് ആക്ച്വലി എന്നതാ? സബ്സെറ്റേ ആവത്തുള്ളൂ അല്ലെ? അപ്പൊ റീസൺ എന്നാ പറയാ? സെറ്റ് 1, 2, 5 സബ്സെറ്റ് എ എന്ന് നമുക്ക് റീസൺ കൊടുക്കാം. ബാക്കി നോക്കാവേ, കുറച്ചുകൂടെ തന്നിട്ടുണ്ട്. അടുത്തത് നോക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞത് 7ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് സെറ്റ് 1, 2, 3 സബ്സെറ്റ് എ. സെറ്റ് 1, 2, 3 സബ്സെറ്റ്. അപ്പൊ ഇത് എയുടെ സബ്സെറ്റ് ആകണമെങ്കിൽ 1ഉം 2ഉം 3ഉം എയിലുണ്ടാവണം. ഉണ്ടോ നോക്കി? 1 ഉണ്ട്, 2 ഉണ്ട്. പക്ഷെ 3 എന്ന് പറയുന്ന ഒരു എലമെന്റ് ഇതിനകത്തുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ അത് സബ്സെറ്റ് ആകത്തില്ല, ഫോൾസ് ആണ്. റീസൺ എന്നാ പറയാം? 3 ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എ എന്ന് പറയാം. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ 5 എലമെന്റ് ഇ. 5 എന്ന് പറയുന്ന ആൾ എയിലുണ്ടോ? ഇല്ല അല്ല? ദാറ്റ് ഈസ് ഫോൾസ് ആണ്. 5
എയുടെ സബ്സെറ്റേ ആകത്തുള്ളൂ അല്ലെ. ഫൈ സബ്സെറ്റ് എ. ഫൈ ഇതിനകത്തെ ഒരു എലമെന്റ് അല്ല, എലമെന്റ് അവിടെ തന്നിട്ടില്ല. അപ്പൊ റീസൺ എന്നാ പറയാം, ഫൈ ഈസ് എ സബ്സെറ്റ് ഓഫ് എ. ഫൈ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് സിമ്പിൾ ആയിരുന്നു വരണ്ടേ, സബ്സെറ്റ് എന്നായിരുന്നു വരുന്നത്. 10 to 1 ഫൈ സബ്സെറ്റ്. അടുത്തത് തന്നിരിക്കുന്നത് ഫൈ സബ്സെറ്റ് ഓഫ് എ ആണ്. ഫൈ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും സബ്സെറ്റ് ആണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലേ. സോ ദിസ് ഈസ് ട്രൂ. ഫൈ ഈസ് ദി സബ്സെറ്റ് ഓഫ് എവരി സെറ്റ് എന്നാണ് പറഞ്ഞത്. സോ ഫൈ ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്നുള്ളത് കറക്റ്റ് ആണ്. ഇനി ഒരെണ്ണം കൂടെ തന്നിട്ടുണ്ട്, 11 to 1 സെറ്റ് ഫൈ സബ്സെറ്റ് എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് ചെക്ക് ചെയ്യുമ്പോൾ സെറ്റ് ഫൈ സബ്സെറ്റ് ഓഫ് എ ആകണമെങ്കിൽ ഇതിനകത്തെ എലമെന്റ് ആരാ, ഫൈ ആണ് വന്നിരിക്കുന്നത് അല്ലെ. ഈ ഫൈ എന്ന് പറയുന്നത് എയ്ക്കകത്ത് വരണം. ഈ ഫൈ എന്ന് പറയുന്നത് എയിലുണ്ടോ, ഇല്ല. ഫൈ എയിൽ ഇല്ല അല്ലെ. അപ്പൊ പിന്നെ സെറ്റ് ഫൈ സബ്സെറ്റ് ഓഫ് എ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ, അങ്ങനെ ഒരു മീനിങ് വരത്തില്ല അല്ലെ, അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇത് ഫോൾസ് ആണ്. അപ്പം സെറ്റ് ഫൈ അല്ല സബ്സെറ്റ്. ആരാ ശരിക്കും എയുടെ സബ്സെറ്റ് ആയിട്ട് വരുന്നത്, ഫൈ ആണ് അല്ലെ. ഫൈ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ആണ്. അപ്പൊ റീസൺ പറയാം, ഫൈ സബ്സെറ്റ് എ. സെറ്റ് ഫൈ അല്ല എയുടെ സബ്സെറ്റ്, ആരാണ്, ഫൈ ആണ് സബ്സെറ്റ് ഓഫ് എ ആവുന്നത്. അപ്പൊ സെറ്റ് ഫൈ സബ്സെറ്റ് ഓഫ് എ ആകണമെങ്കിൽ ഈ ഫൈ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ സെറ്റ് ഫൈ സബ്സെറ്റ് ഓഫ് എ എന്നുള്ളത് മീനിങ് ഫുൾ ആയിരുന്നു. പക്ഷെ അങ്ങനെ ഒരു എലമെന്റ് ഇവിടെ തരാത്തിടത്തോളം കാലം ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുകയില്ല. ഒന്നുകിൽ ഈ ഫൈ എന്നുള്ള സിമ്പൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എം ടി സെറ്റ് എന്നുള്ള രണ്ടും കൂടെ എടുത്താൽ ഇവിടെ മീനിങ്ലെസ് ആയി പോയി ഈ ഒരു കേസിൽ. കാരണം ഫൈ എന്ന് പറയുന്നതാണ് എയിൽ ഇല്ല അല്ലെ. അപ്പൊ റീസൺ എന്ന് പറയുന്നത് എന്ത് പറയാം, സെറ്റ് ഫൈ അല്ല സബ്സെറ്റ് ഓഫ് എ. ആരാണ് സബ്സെറ്റ് ഓഫ് എ ആവുന്നത്, ഫൈ ആണ് സബ്സെറ്റ് ഓഫ് എ ആയിട്ട് മാറുന്നത്. ശരിയാണോ? ഇനി ഇങ്ങനെ പറയുന്നതിന് പകരം വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഫൈ നോട്ട് ആൻ എലമെന്റ് ഓഫ് എ ആണ് അല്ലെ. ഇതിനകത്ത് വന്നിരിക്കുന്ന എലമെന്റ് ഫൈ ആണ്. ആ ഫൈ എന്ന് പറയുന്നത് എയിൽ ഇല്ല, അതുകൊണ്ട് ഇതൊരിക്കലും സബ്സെറ്റ് ഓഫ് എ ആകത്തില്ല. ഒന്നുകിൽ ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം. അപ്പൊ അവിടെ 11 ഓപ്ഷനേ ഉള്ളൂ കേട്ടോ. കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.